ഞാൻ പറഞ്ഞതല്ലേ ചേച്ചി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന്. ദാ ഇത് പിടിക്ക. വിറ്റോ മുരിക്കോ കുഞ്ഞിന് നല്ലൊരു പൊന്നരഞ്ഞാണം തന്നെ വാങ്ങിക്ക. മടിക്കണ്ട, ഇത് പിടിക്ക. നിങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും വിളിച്ച് നല്ല രീതിയിൽ തന്നെ ചടങ്ങ് നടത്തണം. പണത്തിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, അത് ഞാൻ ഏറ്റു. ഇതിനൊക്കെ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ ഭർത്താവിന് പോലും തോന്നാത്ത മനസാക്ഷിയാ നിങ്ങൾ എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യില് പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് അറിയില്ല, ശിവേട്ടൻ എപ്പോഴും ദേഷ്യ ഈ കുഞ്ഞിനോട് പോലും. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലൊക്കെ ആകെ ഒരു മാറ്റം. ആ ശിവേണ്ണ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? അർച്ചന പറഞ്ഞ കുഞ്ഞിനോടുള്ള ആ സ്നേഹം അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. അടിക്കടി അർച്ചന അവിടെ പോകുന്നതും ശിവന്റെ പേടിയും എന്നെ അകപ്പെടുത്തുകയുള്ളൂ. പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതാ, പക്ഷെ അന്ന് അത് നടന്നില്ല. ഇനി അധികകാലം അതിനെ ജീവനോടെ വിടുന്ന അത്ര ബുദ്ധിയല്ല. സ്വന്തം കുഞ്ഞിനോടുള്ള വൈകാരികമായ അടുപ്പം ശിവന്റെ മനസ്സിലുണ്ട്. നാളെ ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെയുള്ള കുഞ്ഞ് അയാളുടേതാണെന്ന് പറഞ്ഞ എന്റെ ജീവിതം അവിടെ തീരും. അതിനൊരു വഴിയേ ഉള്ളൂ, ശിവരാമന്റെ കുടുംബം തീരണം. ഒപ്പം ഇവിടെയുള്ള ശിവന്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കണം. അങ്ങനെ എനിക്കൊരു കുഞ്ഞ് പിറക്കുന്നതിന് മുൻപ് നെല്ലിശ്ശേരി എന്ന ഈ വീട്ടിൽ മറ്റൊരു കുഞ്ഞും വളരണ്ട. ഒരു സെറ്റിൽമെന്റിന് സമയമായിരിക്കുന്നു. 3-4 ജീവൻ എടുക്കുന്ന ഒരു ഫൈനൽ സെറ്റിൽമെന്റ്. അവിടെ ഒരു പാമ്പ്. അവിടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ കണ്ടതാ. എന്നിട്ട് അതെങ്ങോട്ട് പോയി? അത് അങ്ങോട്ട് എവിടേക്കോ എഴഞ്ഞു പോയി. വലിയ പാമ്പൊന്നുമല്ല, വിഷമില്ലാത്തതാ. അനഘയുടെ വെളിയിൽ തന്നെ ആ പാമ്പ് അതിന്റെ മാളത്തിലെത്തിക്കാണും. നിങ്ങൾ തന്നെ ഞാൻ പലതവണ പറഞ്ഞതാ, ഇതോടെ വെച്ച് കെട്ടിക്കോണം നീ. എന്റെ പുറകെ മണം പിടിച്ച് നടക്കണ്ട. പലതവണ നിന്നെ ഞാൻ വിലക്കിയതാ, എന്റെ വഴിയിൽ തടസ്സമായിട്ട് നിൽക്കരുതെന്ന്. അതിന് മാത്രമേ നീ വളർന്നിട്ടില്ല. അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ പറയാ, ഇവിടെ നിർത്തിക്കോണം എന്റെ പുറകെയുള്ള നിന്റെ അന്വേഷണം. പിന്നെ ഞാനും അവനും സംസാരിച്ചതുവല്ലോ നീ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുടെങ്കിലും ചെവിയിലെത്തിയാ തീർത്ത് കളയും നിന്നെ ഞാൻ. കൊന്നാലും ശരി, ഇതൊന്നും ഇനി ഞാൻ മൂടി വെക്കില്ല. ചേച്ചി ധനുഷ് പറയുന്നതെല്ലാം ഞാൻ കേട്ടു. നാളെ കുഞ്ഞിനെ കൊല്ലാനുള്ള ചേച്ചിയുടെ ഒരു പദ്ധതി നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങൾ ധനുഷുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇവിടെ എല്ലാവരോടും ഞാൻ തുറന്നു പറയും. ധനുഷിനെ ഇവിടേക്ക് കൊണ്ടുവന്നതും നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറിഞ്ഞാ പിന്നെ നിങ്ങൾ ഈ വീടിന് പുറത്താ. ഞാൻ ജീവനോട് ഇരിക്കുമ്പോ ആ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കി
നീ ഇനി ജീവനോടെ ഇരിക്കണ്ട. ആവശ്യമില്ലാത്തതൊന്നും അല്ല ഏട്ടത്തി. സത്യം തന്നെ ഞാൻ പറഞ്ഞതൊക്കെ. അവരുടെ മുന്നിൽ ഞാനത് പറയുകയും ചെയ്യും. അവരും ധനുഷും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അല്ല, ഇപ്പോഴും ഉണ്ട്. നേരത്തെ ഞാൻ പാമ്പിനെ കണ്ടിട്ടല്ല നിലവിളിച്ചത്. ഇവര് രണ്ടുപേരും അടുക്കള ഭാഗത്ത് നിൽക്കുന്നത് കണ്ടിട്ടാ. ഇതൊക്കെ ഏട്ടത്തിയോടും ഇവിടെ ഉള്ളവരോടും പറയണമെന്ന് ഞാൻ പലതവണ ആലോചിച്ചതാ. അതിന്റെ അവസാനം ചേച്ചി വീട്ടിൽ നിന്ന് പുറത്താക്കും. അതോർത്താ ഞാൻ മിണ്ടാതിരുന്നത്. എന്തൊക്കെയായാലും എന്റെ കൂടെ പിറപ്പല്ലേ ഏട്ടത്തി. ഏട്ടത്തെങ്കിലും സത്യം അറിഞ്ഞിരിക്കണം. എനിക്ക് ഉറപ്പാ ചേച്ചി ചിലപ്പോ എന്നെ കൊന്നെന്ന് വരും. അങ്ങനെ വന്നാ ഏട്ടത്തി സത്യം എല്ലാരെയും അറിയിക്കണം.